സങ്കടകാലത്തിന് വിട പറഞ്ഞ് ചെറുവത്തൂർ വേങ്ങാട്ടെ സാവിത്രി പുതുജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. കോളേജിൽ കടുത്ത റാഗിങ്ങിനിരയായി മാനസിക പ്രശ്നം നേരിട്ട സാവിത്രി 11 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് തിരിച്ചെത്തുന്നത്. എന്നാൽ നീണ്ട ചികിത്സയ്ക്ക് ശേഷം മടങ്ങിവരുന്ന മകൾക്കായി അടച്ചുറപ്പുള്ള വീടൊരുക്കാൻ വകയില്ലാതെ നിസ്സഹായയായി നിൽക്കുകയാണ് സാവിത്രിയുടെ അമ്മ വട്ടിച്ചി. This news sponsored by Shri Krishna Hardware, MG Road, Kasaragod. Phone 04994 230 645 04994 223821. വിധി തകർത്തെറിഞ്ഞ ജീവിതം തിരിച്ചുപിടിക്കാനായി പുതുജീവിതപാതയിലേക്ക് നിറഞ്ഞ ചിരിയോടെ കടന്നുവരികയാണ് ചെറുവത്തൂർ വേങ്ങാട്ടെ സാവിത്രി. സ്വപ്നവും ജീവിതവും പാടെ തകർത്തെറിഞ്ഞ റാഗിംഗ് ദിനത്തെ പൂർണ്ണമായും മറന്നുകൊണ്ട് 11 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സാവിത്രി എന്ന 41കാരി വീട്ടിലേക്ക് മടങ്ങുന്നത്. ചെറുവത്തൂർ വേങ്ങാട്ടെ വട്ടച്ചിയുടെ 3 മക്കളിൽ ഇളയവളായ സാവിത്രി പഠനത്തിൽ മിടുക്കിയായിരുന്നു. 1990കളിലെ യുവജനോത്സവങ്ങളിൽ നൃത്ത ഇനങ്ങളിൽ ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. SSLCക്ക് ഉന്നത വിജയം നേടിയ സാവിത്രി പ്രീ ഡിഗ്രിക്ക് ചേർന്നതിൻ്റെ 3ാം ദിവസം കടുത്ത റാഗിങ്ങിന് ഇരയാവുകയായിരുന്നു. മാനസികമായും ശാരീരികമായും ഉലച്ചുകളഞ്ഞ ആ സംഭവത്തിനു ശേഷം വീടിന് പുറത്തിറങ്ങാതായ സാവിത്രി പിന്നീട് പഠനം ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു ദിവസം കോമ്പസ് ഉപയോഗിച്ച് വലത്തെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. തുടർന്ന് ഏറെക്കാലം മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് അന്നത്തെ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുനമ്പത്ത് ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സാവിത്രിയെ കോഴിക്കോട്ടെ സർക്കാർ ആശുപത്രിയിലും തിരുവനന്തപുരത്തെ ആശുപത്രിയിലും ചികിത്സിച്ചു. തുടർന്ന് ചികിത്സ ഫലം കാണുകയും സാവിത്രി പുതുജീവിതത്തിലേക്ക് മടങ്ങിവരികയും ചെയ്തു. എന്നാൽ നീണ്ടകാലത്തെ ചികിത്സയ്ക്ക് ശേഷം മകൾ തിരിച്ചു വരുന്നതിൽ സന്തോഷിക്കുമ്പോഴും അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ മകളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന വേദനയിലാണ് സാവിത്രിയുടെ അമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയായ വട്ടച്ചി എന്ന 70കാരി. വീടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓള് വരുന്നെങ്കിൽ നമുക്ക് ഒരു ചെറിയ റൂം ബന്ധസായിട്ട് എങ്ങനെയെങ്കിലും ഇല്ലാണ്ട് ഇപ്പം നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റ് പുറത്തൊന്നും പോക്ക് കിഞ്ഞ് പായുമ്പോൾ നമുക്ക് പിടിച്ചാലോ അതിന് ഉറക്കം കഴിഞ്ഞിരിക്കാനും കഴിയും. രാത്രിയെല്ലാം എണിച്ചയില്ലെങ്കിൽ പോയെങ്കിൽ ഉറപ്പില്ലാതെ അകത്തെല്ലാം കിടത്താൻ കഴിയുക. നമ്മ നോക്കുക എല്ലാവരും ഉറങ്ങിപ്പോയി. ഉറക്കിൽ എണീച്ച് കഴിഞ്ഞെങ്കിൽ നമ്മ കാണൂലല്ലോ. ഒക്കെ ഒരു റൂം വേറെ തന്നെ ആക്കിന്, അതെല്ലാം പറ്റ പോയി. അത് ആ റൂം ഒക്കെ തന്നെ ആക്കിയതാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയ വട്ടച്ചി ഏത് നിമിഷവും നിലംപൊത്താറാവുന്ന കാലപ്പഴക്കമുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. സങ്കടകാലം കടന്നുവരുന്ന മകൾക്ക് സുരക്ഷയൊരുക്കാൻ വകയില്ലാതെ നിസ്സഹായയായി നിൽക്കുന്ന ഈ അമ്മ മനസ്സിന് താങ്ങായി നന്മ മനസ്സുകൾ എത്തുമെന്നാണ് ഈ അമ്മയുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.